ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷമാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. രാവിലെ നമ്മൾ അടുക്കളപ്പണി രാവിലത്തെ ഒരുവിധമൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. കാപ്പി ഉണ്ടാക്കലും പാത്രങ്ങൾ കഴുകലും ഒക്കെ രാവിലത്തെ ഒരു സെറ്റിലെ ജോലി അങ്ങ് ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് നമ്മൾ ചോറും കറികളും ഒക്കെ വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ലഞ്ചിൻ്റെ വീഡിയോയും കുട്ടി നമ്മൾ അടുക്കള ജോലികളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഞാൻ ഇവിടെ അരിയൊക്കെ ഇടാനായിട്ട് അനിയത്തിക്ക് അളന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അവൾ തന്നെ അങ്ങ് കഴുകിയിടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അയലയുണ്ട്, ചെറിയ ചാളയുണ്ട്. അപ്പോൾ നമുക്കത് കറി വെക്കണം. ഈ കയ്യിൽ ഒരു മുറിവ് പോലെ ഉണ്ടല്ലോ, അത് മറ്റൊന്നുമല്ല, ചൊറിഞ്ഞതാണ് കേട്ടോ. എന്തോ ഒരു തുമ്പി കുത്തിയിട്ട് ചൊറിഞ്ഞതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ആ തൊലിയുണ്ടല്ലോ പോയിട്ടുണ്ട്. അങ്ങനെ അനിയത്തി അരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മീൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഇന്നിപ്പോൾ മദ്രസയില്ല, ഇന്നും നാളെയും വെള്ളിയും വ്യാഴമൊന്നും മദ്രസയില്ല. അതുകൊണ്ട് പാത്തുക്കുട്ടി അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ മീനിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെയിൽ ഉറയ്ക്കുന്നതിന് മുന്നേ തന്നെ മീൻ അങ്ങ് കട്ട് ചെയ്ത് വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. എന്നിട്ട് ബാക്കി കുറച്ച് അല്ലറ ചില്ലറ ജോലി ഇന്നിപ്പോൾ ഉണ്ട്. മറ്റൊന്നുമല്ല, പാത്തുവിന് ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത്, അതായത് വെക്കേഷന് മുന്നേ സ്കൂളിൽ നിന്ന് കുറച്ച് വിത്ത് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പയറും പാവലും വെണ്ടയും അതുപോലെ ചീരയൊക്കെ. ചീരയുടെ വിത്തൊക്കെ ഞാൻ പാകിയിട്ട് അതൊന്നും നമുക്ക് കിട്ടിയില്ല. ഉറുമ്പൊക്കെ അരിച്ച് തിന്നിട്ട് പോയെന്ന് തോന്നുന്നു. അതൊന്നും കിളിർത്ത് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് കുറച്ച് വെണ്ടയുടെ ഇരിപ്പുണ്ട്, പയറിൻ്റെ ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കുഴിച്ചിടണം. എന്തായാലും 2 മഴയൊക്കെ കിട്ടിയതല്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മഴയാണെങ്കിൽ നമുക്കതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് നട്ടു കൊടുക്കാവേ. അപ്പോൾ മണ്ണൊക്കെ ഇപ്പം കുറച്ച് നനഞ്ഞൊക്കെ കിടക്കുന്നത് കൊണ്ട് ഒന്ന് കിളച്ചെടുക്കാനൊക്കെ നല്ല പരുവത്തിന് കിടക്കുവാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഇതേ മീൻ വെട്ടി കഴുകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും വെയിലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും വെയിലിന് ചൂട് കുറവുണ്ട് കേട്ടോ. ഈ 2 ദിവസം ഇച്ചിരി ഒന്ന് അന്തരീക്ഷം തണുത്ത് നിന്നതുകൊണ്ട്, ഇച്ചിരി മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് ചൂടിന് ചെറിയൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ഇത് ഞാൻ മീൻ കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഈ മീൻ കട്ട് ചെയ്തിട്ട് എന്നെ ഇവിടെ കാത്തിരിക്കുന്ന 2-3 പേരുണ്ട്, കണ്ടില്ലേ. ഈ മീനിൻ്റെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്ത് കെട്ടി ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്തോട്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി പൊരിക്കാനുള്ളതിൽ മസാലയും തേച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കറി വെക്കാനുള്ളതും മാറ്റി കറിക്ക് അരച്ച് വെച്ച് കേട്ടോ. കറിക്ക് അരപ്പൊക്കെ അരച്ചിട്ടാണ് ഞാൻ മീൻ വെട്ടാനായിട്ട് ഇരുന്നത്. അപ്പോൾ കറി അടുപ്പിലോട്ട് ആക്കിയില്ല, അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. കാരണം ചോറിൽ അരി അടുപ്പിട്ടതല്ലേ ഉള്ളൂ. ഗ്യാസിൽ അങ്ങനെ വെക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. അർജൻ്റ് ആണെങ്കിൽ മാത്രമേ ഗ്യാസിൽ വെക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ചോറൊന്ന് തിളച്ച് വരട്ടെ. പെട്ടെന്ന് വേകുന്ന അരി ആയതുകൊണ്ടേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 3/4 മണിക്കൂറൊക്കെ കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ച അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ട് എടുത്ത് മാറ്റാമെന്ന്. പിന്നെ അതേ മുറ്റത്തോട്ട് വന്നതേ കണ്ടില്ലേ, പരുത്തരേ ഉള്ളൂ. പക്ഷേ ഇതൊന്ന് നട്ട് കൊടുക്കാം, കിട്ടുന്നത് കിട്ടട്ടെ. നല്ല വിത്താട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കിളച്ചെടുക്കണം. എൻ്റെ കൂട്ടത്തിൽ പാത്തും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഒരു രസമാട്ടോ. പിള്ളേരെ നമ്മൾ കൂട്ടത്തിലങ്ങ് കൂട്ടിയാൽ മതി. അവരും കൂടി കൃഷിയും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ളൊരു മനസ്സൊക്കെ അവർക്ക് ഈ ചെറുതിലേ ഉണ്ടാകുന്നത് നല്ലതാട്ടോ. അപ്പോൾ പാത്തു എൻ്റെ കൂടെ, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ വരും. ഒരു മുറ്റം അടിക്കുവാണെങ്കിലും എൻ്റെ കൂടെ ഇറങ്ങി വന്നോളും ആൾ. പിന്നെ 100 സംശയങ്ങളൊക്കെ ആട്ടോ. അതൊക്കെയുള്ളൂ പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നത് വേറൊന്നുമല്ല, ഞാനും കൂടെ നട്ടോട്ടെ ഉമ്മയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നതേ. അപ്പോൾ ഇതിന് മുന്നേ തന്നെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വിത്ത്. അവൾ എവിടെയൊക്കെ കുഴിച്ചിട്ടിട്ട് അത് പിന്നെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോയി. അതൊന്നും കണ്ടിട്ടൊന്നുമില്ല, അതൊന്നും കിളിർത്ത് വന്നതുമില്ല കേട്ടോ. ചിലപ്പം നല്ല ഉണക്ക് സമയമൊക്കെ ആയിരുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതേ ഞാൻ കണ്ടില്ലേ, നല്ലതുപോലെ മണ്ണിൻ്റെ അടിയിൽ ഇച്ചിരി വെള്ളം നനവൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് കിളച്ച് പരുവത്തിനാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കൃഷിയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെടികളും. ഉമ്മ ഭയങ്കരമായിട്ട് ചെടികളെ നോക്കുന്ന ഒരാളാണ് കേട്ടോ. എവിടെ ചെടി കണ്ടാലും കൊണ്ടുവന്ന് വെക്കും. അത് നന്നായിട്ട് കിളിർത്ത് വരികയും ചെയ്യും, നല്ലതുപോലെ അതിൽ പൂക്കുകയും ചെയ്യും കേട്ടോ. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ചെടികൾ നടുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പയറ് പാവലൊക്കെ കുഴിച്ചിടുക എന്നൊക്കെ ഉള്ളത്. എൻ്റെ ഉമ്മയുടെ ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഇഷ്ടം. ഞാനും ഇപ്പം അതിന് വേണ്ടി കുറച്ച് സമയമൊക്കെ കണ്ടെത്തും കേട്ടോ. മുന്നേ ഒന്നും ഞാൻ ഇത് നടാനോ അല്ലെങ്കിൽ ചെടികൾ നടാനോ ചെടികളെ സംരക്ഷിക്കാനോ ചെടികളെ നോക്കാനോ ഒന്ന് വെള്ളം ഒഴിക്കാൻ പോലും ഞാൻ അങ്ങനെ മെനക്കെടാറില്ല. കാരണം എൻ്റെ ശ്രദ്ധയിൽ ഇതൊന്നും ഇല്ല ആ സമയം. അപ്പോൾ ഉമ്മച്ചിയാണെങ്കിൽ 24 മണിക്കൂറും എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഉമ്മച്ചിയെ അകത്ത് കണ്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചോണം ഉമ്മ പുറത്തെവിടെയോ ഇതിൻ്റെയൊക്കെ പുറകിലായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ ഇഷ്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ. ഞാനും ഇതിനു വേണ്ടി ഇപ്പോൾ സമയം കണ്ടെത്താറുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ ഒരു ഭാഗം ഒന്ന് കിളച്ചിട്ടേ, അവിടെ ഇങ്ങനെ കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. കപ്പ ഇപ്പം നട്ടിട്ട് തന്നെ ഒത്തിരി ആയി കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ശോഷിച്ച് നിൽക്കുവാണ്. വേറൊന്നുമല്ല, അവിടെ കീരിയൊക്കെ കയറിയിട്ട് 1-2 പ്രാവശ്യം ഒന്ന് മണ്ണൊക്കെ മാന്തി അതിനകത്ത് കിടന്ന് വേര് പോലെ ആയി വന്നതേ ഉള്ളായിരുന്നു അപ്പോഴും കപ്പ കേട്ടോ. അതൊക്കെ പൊട്ടിച്ച് തിന്നുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ അതിനൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതിപ്പോൾ എന്തായാലും പയർ നമ്മൾ നട്ടു കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ഓലയുണ്ടല്ലോ, ഉണങ്ങിയ ഓലയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്തെങ്കിലുമൊക്കെ ചവറോ അല്ലെങ്കിൽ കുറച്ച് പാലത്തോലോ ഒക്കെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും കേട്ടോ. പിന്നെ കിളിർച്ച് വന്നതിന് ശേഷമേ ഉള്ളൂ നമ്മൾക്ക് ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവിടെ അടുത്ത് വീട്ടിലൊരു മുയലുണ്ട് കേട്ടോ. അതിനെ തുറന്നു വിട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്. അവൻ പയറിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ അടുക്കള വശത്ത് നട്ടില്ലേ, ഇതിൽ നിന്ന് 2-3 വിത്താണ് കേട്ടോ നമ്മൾ ആ ബോക്സിനകത്ത് അടുക്കളയിൽ നട്ടിരുന്നത്. പക്ഷേ അതെല്ലാം നല്ലതുപോലെ വന്ന് വള്ളിയൊക്കെ വീശി പടർന്നതായിരുന്നു. അത് കൊണ്ടുപോയി കഴിച്ച്. അപ്പോൾ ഇതേ ഞാനാണെങ്കിൽ ആ പയറും കുറച്ച് വെണ്ടയും കൂടെയൊക്കെ നട്ടു. പിന്നെ 1-2 പാവലിൻ്റെ വിത്തും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ ഈ ചെടികൾക്കും കൂടെ വെച്ച് മണ്ണിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മണ്ണൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് മണ്ണ് ചെടികൾക്കും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, മുല്ല രണ്ടാമതും കൂടെ പൂക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്കൊന്ന് പൂത്ത് മുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമതൊന്നും കൂടി പൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറ്റിമുല്ലയാണ് കേട്ടോ, പടർന്ന് കയറി പോകുന്ന മുല്ലയില്ല, കുറ്റിമുല്ലയാണ്. ഇതിങ്ങനെ തന്നെ അങ്ങ് നിന്നോളും. ഇതിൽ നിന്നൊരു കമ്പ് വെട്ടി അപ്പുറത്തോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ വർഷം തൊട്ട് വീണ്ടും അതിൽ പൂടിച്ചു തുടങ്ങും. അങ്ങനെയാണേ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ മുറ്റത്തൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് എല്ലാം പോയിട്ടുണ്ട് കേട്ടോ, കുറേയൊക്കെ പോയിട്ടുണ്ട്. കാരണം ഉണക്കല്ലായിരുന്നു, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ഈ തുണി കഴുകുന്ന വേസ്റ്റ് വെള്ളമൊക്കെ കൊണ്ടാണ് ഒഴിക്കുന്നത്. ചില ചെടികൾ അങ്ങനെ തന്നെ നശിച്ചു പോയിട്ടുണ്ട്. സോപ്പിൻ്റെ കാരമൊക്കെ വീണിട്ട് അങ്ങനെ തന്നെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം 1-2 മഴ കിട്ടിയത് കൊണ്ട് അതുങ്ങളൊക്കെ നേരെ ആയി നിൽപ്പുണ്ട്. കണ്ടില്ലേ, ഇത് വീട്ടിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് തന്നിട്ടുള്ളൊരു ചക്കയാണ്, ഉണ്ടച്ചക്ക. ഞാനിത് യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് ചക്ക കേട്ടോ, നമ്മുടെ ഈ ശീമച്ചക്ക ഉണ്ടല്ലോ, അതിൻ്റെ അത്രയേ ഉള്ളൂ സംഭവം. ഞാൻ കട്ട് ചെയ്തൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് ചക്ക വേറെ നമുക്ക് കിട്ടി. അത് കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അടുപ്പിലോട്ടാക്കിയിട്ട് അതങ്ങ് വേവിച്ച് വെച്ച് കേട്ടോ. ചോറ് ഇതിനിടയ്ക്ക് വെന്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് അവിയലിന് വേണ്ടി അരിഞ്ഞെടുത്തു. അപ്പോഴത്തേക്കും എൻ്റെ കൂടെ വന്ന എൻ്റെ പാത്തുക്കുട്ടിക്ക് വിശക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ ഒരു ബുൾസി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊട്ടാതെ തന്നെ കൊടുക്കണം എന്ന് ചില കൊച്ചുങ്ങൾക്കുള്ള വാശിയുണ്ടല്ലോ. എൻ്റെ പൊന്നെ, ഇതിങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ യുദ്ധം നടക്കും. അപ്പോൾ അതും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ എൻ്റെ ജോലികളൊക്കെ നടക്കണമല്ലോ. ഞാൻ അവിയലിന് വേണ്ടിയിട്ടെല്ലാം അരിഞ്ഞ് പറക്കി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് വേവിക്കാൻ വെക്കണം. നല്ല തലവേദനയുണ്ട്. അതുകൊണ്ട് ഒരു ചായയൊക്കെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കുടിക്കാനായിട്ടാണ് ആ ഗ്ലാസ്സിൽ ഇരിക്കുന്നത് കേട്ടോ. ജോലി നടക്കുന്നുണ്ട്, ചായ കുടി നടക്കുന്നുണ്ട്. അങ്ങനെ ദേ ചോറ് അപ്പുറത്തോട്ട് അടുപ്പിലോട്ടങ്ങ് മാറ്റിയിട്ടിട്ടുണ്ട്, വാർത്തിട്ടിട്ടില്ല. ഇതിനിടയ്ക്ക് അവിയലങ്ങ് അടുപ്പിലോട്ട് കയറ്റി അവിയലൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും അതിനരപ്പങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും അടുപ്പിൽ നിന്ന് അങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അവിയൽ ഒരു സദ്യയുടെ ഇത് നിങ്ങൾക്ക് തോന്നത്തില്ലേ? അവിയൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അവിയൽ വെക്കുമ്പോൾ എല്ലാം സദ്യ കഴിക്കുന്നൊരു ഫീലാണ്. അപ്പം ദേ മീൻ കറിയുടെ അരപ്പും കൂടെ അങ്ങ് അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മീൻ വറുക്കാൻ വേണ്ടി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ അങ്ങ് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചാർ പൂത്തുപോയി കേട്ടോ. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, അച്ചാറിന് എന്തോ ഒരു കയ്യബദ്ധം പറ്റി എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അച്ചാറ് പൂത്തുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ചോറും റെഡിയായി, നമ്മുടെ കറികളും ചക്ക വേവിച്ചതും മീൻ കറിയും മീൻ വറുത്തതും എല്ലാം റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.